നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പുതിയ ഭരണ സംവിധാനം ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും അവസരം ഉണ്ടായിത്തീരും. വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയം അവലംബിക്കുവാനിടയുണ്ട്. സുവ്യക്തമായുള്ള കർമ്മ പദ്ധതികൾക്ക് പണം മുതൽ മുടക്കുവാൻ തയ്യാറാകും. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. ചർച്ചകൾ, സന്ധി സംഭാഷണം, പരീക്ഷണ നിരീക്ഷണങ്ങൾ, നറുക്കെടുപ്പ് തുടങ്ങിയവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. ഭക്തി പ്രഭാഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകും. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കാണുന്നു. കുടുംബജീവിതത്തിലും ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടയുണ്ട്. സുവ്യക്തമായുള്ള കർമ്മ പദ്ധതികൾക്ക് പണം മുതൽ മുടക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.